ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്ക്. ഡൽഹിയിൽ പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചു. ഡൽഹി കോർപ്പറേഷനിൽ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ച് ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ആം ആദ്മി പിളർന്നു, അങ്ങനെ തന്നെ പറയുന്നതല്ലേ ഉചിതം? അനന്തപേർ, തീർച്ചയായും ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടിട്ടുള്ള ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് തന്നെ ആ പാർട്ടി പിളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ തന്നെ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും തർക്കവും രൂക്ഷമായിരുന്നു. അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഈ നേതാക്കളെയും ചേർത്ത് നിർത്താൻ സാധിക്കാത്തൊരു സാഹചര്യം പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നു. ആ തർക്കവും അഭിപ്രായ വ്യത്യാസവുമാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത്, അതായത് ആം ആദ്മി രൂപം കൊണ്ട ഡൽഹിയിൽ തന്നെ ആ പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആം ആദ്മിയുടെ കോർപ്പറേഷനിൽ സഭാ നേതാവായിട്ടുള്ള മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. 13 കൗൺസിലർമാർ രാജിവെച്ചു എന്നുള്ളതാണ് ആം ആദ്മി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ രാജിവെച്ച കൗൺസിലർമാർ അറിയിച്ചത് 15 കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കൾ ഈ പുതിയ പാർട്ടിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. രാജിവെച്ച കൗൺസിലർമാർ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായും 15 കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കൾ ഒപ്പമുണ്ട് എന്നുള്ളതുമാണ് മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ആം ആദ്മിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ അധികാരമില്ലെങ്കിൽ ഡൽഹിയിൽ നേതാക്കളെ ചേർത്ത് നിർത്താൻ സാധിക്കില്ല ആം ആദ്മിക്ക് എന്നൊരു നിരീക്ഷണം നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയിരുന്നു. കൂടാതെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടുത്ത 2 വർഷത്തിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഡൽഹിയിൽ ആം ആദ്മിയുടെ ഈ ഒരു തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പഞ്ചാബിലാണ്. കാരണം അടുത്ത 2 വർഷത്തിനിടെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയാൽ അധികാര കസേരകളിലേക്ക് എത്താൻ സാധിക്കും എന്നതാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ളവർ നോക്കിക്കാണുന്നത്. ഒപ്പം അവിടെ മാത്രമാണ് നിലവിൽ ഇനി മുൻപോട്ട് ആം ആദ്മിക്ക് വിജയിക്കാനുള്ള സാധ്യതയുള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗോവ ഉൾപ്പെടെയും ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ഗുജറാത്തും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പയറ്റി നോക്കിയെങ്കിലും എവിടെയും കാലുറപ്പിച്ച് നിൽക്കാൻ ആം ആദ്മിക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് നിലവിൽ പഞ്ചാബിലാണ് ആം ആദ്മിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ളവർ പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇതോടെയാണ് രൂപം കൊണ്ട മേഖലയിൽ തന്നെ ആം ആദ്മി ഇപ്പോൾ പിളർന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. പുതിയ പാർട്ടി ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ ഈ കൗൺസിലർമാർ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ള മുകേഷ് ഗോയൽ ഉൾപ്പെടെ കൗൺസിലർമാരും മുതിർന്ന നേതാക്കളും പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ. യെസ്, ആം ആദ്മി പാർട്ടി കൗൺസിലർ ഹിമാനി ജെയിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്, അതിലേക്ക്. हम लोगों ने एक नया दल बनाया है, एक नई पार्टी बनाई है, इंद्रप्रस्थ विकास पार्टी। हम लोगों ने आम आदमी पार्टी से आज इस्तीफा दे दिया है। कारण ये है कि पिछले 2.5 सालों में आप लोगों ने देखा है कि निगम में जो काम होने चाहिए थे वो नहीं हुए थे। हम लोग सत्ता में थे फिर भी नहीं हो पा रहे थे काम, क्योंकि सिर्फ लड़ाई झगड़े और इन सब चीज़ों में अगर दिमाग रहेगा और मेन मोटिव ये रहेगा तो दिल्ली की जनता की हम कैसे काम करेंगे, जो हमने उनको वादे करे हैं वो कैसे पूरा करेंगे। अभी 15 पार्षद है और भी काफ़ी इंटरेस्टेड है अभी, तो आगे इसकी संख्या बढ़ सकती है। ആപ്പിനാപ്പായി ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി ഡൽഹിയിൽ പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചു. ഡൽഹി കോർപ്പറേഷനിൽ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയാണ് ഇത്. ജിഷു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.